മാധവ് സുരേഷിൻ്റെ അംഗവും കണ്ടു, സൈജു കുറുപ്പിൻ്റെ അട്ടഹാസവും കണ്ടു. ഈ സിനിമയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ എനിക്ക് സങ്കടം സഹതാപം എന്നാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള, ഞാൻ പറയുന്നത് ഇതിൻ്റെ സംവിധായകനെ കുറിച്ചൊക്കെയാണ്. ഇവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതായത് സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ സിനിമ അവരങ്ങ് പിടിക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്കത് കാണാൻ പറ്റും. അത്രയും ആഗ്രഹമുള്ള ആളുകൾ. പക്ഷേ എന്നോട് ഈ സിനിമ നീ എന്നാൽ പിന്നെ നന്നായി ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഹാഫ് ഡിലീറ്റ് ചെയ്യും. സെക്കൻഡ് ഹാഫിൽ നമ്മുടെ മാധവ് സുരേഷുള്ള കുറേ പോർഷൻസ് ഉണ്ട്, അതൊക്കെ ഞാൻ ട്രിം ചെയ്ത് കളയും. ഷൈൻ ടോം ചാക്കോയുടെ സീക്വൻസുകളുണ്ട്, ട്രിം ചെയ്ത് കളയും. സൈജു കുറുപ്പ് വരുമ്പോൾ തൊട്ടുള്ള ഒരു കഥയുണ്ടല്ലോ, അതവിടെ വെച്ചിട്ട് ഇതിനകത്ത് വേറെ രണ്ട് പയ്യന്മാരുണ്ട്. അവന്മാർക്ക് വളരെ കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുള്ളൂ. ഞാനിത് അവരുടെ പെർസ്പെക്റ്റീവിൽ ആലോചിക്കും. അങ്ങനെ വരുമ്പോൾ ഈ സിനിമയ്ക്ക് കുറച്ചും കൂടി ഒരു ഒത്തൻറ്റിക് സ്വഭാവം വരുമായിരുന്നു, വളരെ ജെനുവിനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷേ ഇതൊരു മാതിരി, ആക്ച്വലി ഇത് കുറേ സിനിമകളുടെ ഒരു മിക്സപ്പാണ്. നമ്മുടെ സുരേഷ് ഗോപിയുടെയൊക്കെ പഴയ ചില പടങ്ങളുണ്ട്, ഇപ്പോൾ അക്ഷരം എന്നൊക്കെയാന്ന് തോന്നുന്നു. അതായത് പുള്ളിക്ക് ഒരു വയലൻസിൽ ഒന്നിലും താല്പര്യമില്ല, തൻ്റെ കാര്യമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. പക്ഷേ സമ്മതിക്കൂലേ അവന്മാർ, ഈ ഗുണ്ടകളും പിടിച്ചുപറിക്കാരും പ്രശ്നക്കാരും എല്ലാവരും പിടിച്ചു വലിച്ച് നമ്മളെ വീണ്ടും ഈ ലോകത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, എല്ലാത്തിനും അടിച്ചൊതുക്കിയല്ലേ പറ്റൂ. അങ്ങനെ ഒരു ഗുണ്ടയോ ഡോണോ ആവുക, ചിലപ്പോൾ ആവില്ല, എന്നാൽ ഈ വില്ലന്മാരുടെയൊക്കെ പരിപാടി തീർക്കുക എന്നുള്ളതാണ്. ഏകദേശം അത് തന്നെയാണ് കിരീടത്തിൽ ലാലേട്ടനും സംഭവിക്കുന്നത്. അത് തന്നെയാണ് ഈ സിനിമയിൽ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ മാധവ് സുരേഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രം സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരു അനിയത്തിയും അച്ഛനും പ്രായമായ അച്ഛനും അമ്മയൊക്കെ ഉള്ള ഒരാളാണ്. ബാംഗ്ലൂർ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇയാൾക്കൊരു കാമുകിയുണ്ട്. ഈ കാമുകിയുമായി ഒളിച്ചോടാൻ നോക്കുന്ന സമയത്ത് കാമുകിയുടെ അച്ഛൻ ഭയങ്കര പൈസക്കാരനാണ്. നമ്മുടെ എം എ നിഷാദാണ് ആ കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ മകളെ പുള്ളി പള്ളിയിൽ കന്യാസ്ത്രീ ആവാൻ വേണ്ടി നേർന്നിരിക്കുക. പക്ഷേ അവൾക്ക് കന്യാസ്ത്രീ ആവണമെന്നൊന്നും ആഗ്രഹമില്ല, ഇവൻ്റെ കൂടെ ജീവിക്കണം. അങ്ങനെ രണ്ടാളും ഒളിച്ചോടാൻ പോകുന്ന സമയത്ത് കാക്ക സൈജുവിനെ വിളിച്ചു വരുത്തി ഈ മകളെ അയാൾ രക്ഷിക്കുന്നു. ഈ മാധവ് സുരേഷിൻ്റെ കഥാപാത്രത്തിനെ കൊല്ലാറാക്കിയിട്ട് വെറുതെ വിടുന്നു. അപ്പോൾ സിനിമ തുടങ്ങുമ്പോഴേ നമ്മൾ കാണുന്നത് മാധവിനെ എല്ലാവരും കൂടി എടുത്തിട്ട് പെരുക്കുന്നതും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ചോര വരുന്നതും ഒക്കെയാണ്. പക്ഷേ ആ സമയത്ത് മുഴുവൻ സുരേഷ് ഗോപിയുടെ ഒരു സിനിമയുടെ സീക്വൻസ് തിയേറ്ററിൽ ഇങ്ങനെ ഓടിക്കുന്നതൊക്കെ കാണിക്കും. നല്ലൊരു ഒരു ഫാൻ മൊമെൻറ്റ് തന്നെ അത് എന്ന് നമുക്ക് പറയാൻ തോന്നുന്നൊരു കാര്യമാണ്. അങ്ങനെ ഇടികൊണ്ട് ചളങ്ങിയ മാധവ് സുരേഷ് വീട്ടിൽ പോയി നമ്മളെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് വിചാരിച്ച് തൻ്റെ വഴിക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ആ പെൺകുട്ടി വീണ്ടും വിളിക്കും. യഥാർത്ഥ പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെ അവൻ തിരിച്ചു വരാൻ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. അങ്ങനെ ഈ ഗുണ്ടകളുടെ ലോകത്തേക്ക് മാധവ് സുരേഷ് എക്സ്പോസ്ഡ് ആവുകയാണ്. പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഗുണ്ടകളാണ്, തല്ലിയേ പറ്റൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു സിനിമ. കക്ക സൈജുവായിട്ട് വരുന്നത് നമ്മുടെ ഷൈൻ ടോം ചാക്കോയാണ്. ഷൈൻ ടോം ചാക്കോയുടെ സിനിമാ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവ് തന്നെയായിരിക്കും ഈ സിനിമ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഷൈൻ്റെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കാണുന്ന സമയത്ത് സിനിമയുടെ പോക്ക് കണ്ടിട്ട് പുള്ളി തന്നെ തീരുമാനിച്ചതാണോ എന്ന് നമുക്ക് തോന്നിപ്പോ. പിന്നെ ഈ സിനിമയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കുന്നവരൊക്കെ ആണുങ്ങളാണ് എന്ന് പറയുന്ന കാര്യം ഇടയ്ക്കിടയ്ക്ക് അവർ ഓർമ്മിപ്പിക്കും എന്നുള്ളതാണ്. ആദ്യം ഇടികൊണ്ട് ചളങ്ങി ഇപ്പം ചാവും എന്ന് വിചാരിച്ചിരിക്കുന്ന മാധവ് സുരേഷ് ചോദിക്കും, ഒരുത്തന് കെട്ടിയിട്ടിട്ടാണോടാ തല്ലുന്നത്, ഇതൊക്കെയാണോ നിൻ്റെ ആണത്തം എന്നുള്ളത്. അത് കഴിഞ്ഞ് ആണുങ്ങളായാൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നോ അങ്ങനെ എന്തോ ഒരു സാധനം വേറൊരു കഥാപാത്രം പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴേക്കും ഇതൊക്കെ ആണുങ്ങളുടെ കയ്യിൽ ഇരിക്കേണ്ടതാ എന്ന് പറയുന്ന ഈ ആണുങ്ങളാണേ എന്ന് പറയുന്ന ഓർമ്മപ്പെടുത്തൽ സിനിമയിൽ പലയിടങ്ങളിലായിട്ട് അവർ വെതറിയിട്ടുണ്ട്. നമുക്ക് പോസിറ്റീവ്സിലേക്ക് കിടക്കാം. എന്നോട് പലരും ചോദിക്കാറുള്ള പോലെ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. ആ പോസിറ്റീവ്സിൽ ഒന്നാമത്തെ പോസിറ്റീവ്, സൈജു കുറുപ്പ് വന്നതിന് ശേഷമുള്ള കുറച്ച് ഭാഗങ്ങൾ, അല്ലെങ്കിൽ സൈജു കുറുപ്പ് സ്ക്രീനിലുള്ള ഭാഗങ്ങൾ, അത് വളരെ ഇമ്പാക്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ചിലപ്പോൾ ബാക്കി ഭാഗങ്ങളൊക്കെ കണ്ട് തരിച്ചിരിക്കുന്ന സമയത്ത് സൈജു കുറുപ്പിനെ കണ്ട ആശ്വാസം കൊണ്ടായിരിക്കാം. എന്തായാലും അത്രയും ഭാഗങ്ങൾ എനിക്ക് നന്നായിട്ട് തോന്നി. മറ്റൊന്ന്, എനിക്ക് ആ ആർട്ടിസ്റ്റിൻ്റെ പേര് കിട്ടിയിട്ടില്ല. നമ്മുടെ മക്ബുൽ സൽമാൻ്റെ ഭാര്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആക്ട്രസ് ഉണ്ട്. അവരടിപൊളിയായിരുന്നു. കാരണം അവർക്ക് ഒരുപാട് സ്ക്രീൻ സ്പേസ് കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു ആളുണ്ടായിരുന്നു. അവരുടെ ഒരു ഡയലോഗിൽ ഈവൻ അവർ കരയുന്ന സമയത്തൊക്കെ അവർ കൊടുക്കുന്ന ഒരു സംഭവം അത് അടിപൊളിയായിരുന്നു. ആൻഡ് അണ്ണന് വേണ്ടി ഞങ്ങൾ ഉയിര് കൊടുക്കുമെന്നും പറഞ്ഞു വന്ന ആ രണ്ട് അവന്മാരും അടിപൊളിയായിരുന്നു. ഞാൻ അവരുടെ പെർസ്പെക്റ്റീവിൽ ഈ സിനിമ വന്നിരുന്നെങ്കിൽ ഏത് റേഞ്ചിൽ നിന്നേനെ എന്ന് ആലോചിച്ച് പോയി. കാരണം അത്രയും പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു ആ സൈഡിൽ, ഈ പറയുന്ന ഒരു മാസ് വയലൻറ്റ് സിനിമ ഒരുക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല അവർ ഗംഭീര പെർഫോമേഴ്സും ആയിരുന്നു. അങ്ങനെയുള്ള പെർഫോമേഴ്സ് മാധവിൻ്റെ കയ്യിൽ നിന്ന് ഇടികൊണ്ട് മരിക്കുന്നതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നി. മൊത്തത്തിൽ ഇതിൻ്റെ
വിഷ്വൽ പരിപാടി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കളറിങ് അങ്ങനെ ഒരു സംഭവമായിട്ട് തോന്നിയില്ല, മൊത്തത്തിലൊരു പിടുത്തം. അതുപോലെ ചില സ്ഥലങ്ങളിൽ ഇവരിത് ക്യാമറയിൽ ഫോൺ ക്യാമറയിലാണോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ എഡിറ്റിലൊക്കെ അവർ മാക്സിമം അത് പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. VFX ആയിട്ടും വലിയ മോശമൊന്നും പറയാനില്ല. പിന്നെ ഞാൻ അതെനിക്കൊരു കോമഡി ആയിട്ട് തോന്നിയതുകൊണ്ടാണ് സൈജു കുറുപ്പും കുറച്ച് ആൾക്കാരും നമ്മുടെ മാധവൊക്കെ കൂടി ഒരു പാലത്തിൽ നിൽക്കുക. അപ്പോൾ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ലൈറ്റ് അടിച്ചിട്ട് അങ്ങനത്തെ ഒരു ഷോട്ട് വെക്കുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ലൈറ്റ് ശക്തമായിട്ട് അടിക്കുകയാണ്. സൈജു കുറുപ്പാണ് അവിടെ ഇങ്ങനെ നിവർന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ ലൈറ്റിനെ ബ്ലോക്ക് ചെയ്തിട്ട് ഈ പുള്ളി നിൽക്കുന്നത്. ഇങ്ങേര് കൈ രണ്ടും പാലത്തിൻ്റെ കൈവരിയിൽ കുത്തിയിട്ട് ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഈ പുറകിൽ നിന്ന് വരുന്ന ലൈറ്റില്ലേ, ഇത് സൈജു കുറുപ്പിൻ്റെ മുകളിലത്തെ ബോഡി പാർട്ടിൽ എല്ലാത്തിനും കട്ട് ചെയ്ത് ഇങ്ങനെ വരുന്നതിൻ്റെ കൂടെ പുള്ളിയുടെ കാലിൻ്റെ ഇടയിൽ കൂടിയും ഈ ലൈറ്റ് വരുന്നുണ്ട്. ആ ലൈറ്റ് പക്ഷേ വളരെ ചുരുങ്ങിയൊരു സ്ഥലം കൊണ്ട് തീർന്നു. അപ്പം അവിടെ മാത്രം ഒരു ലൈറ്റ് ബൾബ് കത്തി നിൽക്കുന്ന പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു. നിങ്ങളത് എഡിറ്റിൽ പോലും ശ്രദ്ധിച്ചില്ലേന്ന് തോന്നി. എനിക്കത് കോമഡി ആയിട്ട് തോന്നി. ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും ഒരു മാസ് ഓറ ഉണ്ടോ, എനിക്കത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. ഓവറോൾ ഈ സിനിമയെ കുറച്ചെങ്കിലുമൊക്കെ പിടിച്ചു നിർത്തുന്ന ഭാഗങ്ങൾ സൈജു കുറുപ്പ് വരുന്നതും പിന്നെ ഇതിൻ്റെ വിഷ്വൽ വലിയ തരക്കേടില്ലാതെ അവർ പുൾ ഓഫ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എഡിറ്റിംഗ് പോർഷനിലൊക്കെ മ്യൂസിക് കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും അവർ കുറച്ച് തീപ്പൊരിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ പ്രശ്നം അതിലൊന്ന് മാധവ് സുരേഷിൻ്റെ പെർഫോമൻസ് ആണ്. അസ്വാഭാവിക അഭിനയത്തിന് ഇവിടെ കേസൊന്നും എടുക്കാൻ വകുപ്പില്ലാത്തതുകൊണ്ട് അദ്ദേഹം സിനിമയിൽ ഉടനീളം ആ പെർഫോമൻസ് അങ്ങനെ കാഴ്ചവെച്ച് പോകുന്നുണ്ട്. ഈ ഫൈറ്റിൻ്റെ ഇടയിലുള്ള അദ്ദേഹത്തിൻ്റെ അലർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ ശരിക്കും പുള്ളി ഇടിക്കുന്നതിനേക്കാൾ നല്ലത് കടിക്കുന്നതാണ് എന്നെനിക്ക് തോന്നിപ്പോയി. പക്ഷേ ഈ ഇടിക്കുന്ന സമയത്തൊക്കെയുള്ള പുള്ളിയുടെ അലർച്ച ഇവർ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് നന്നായിട്ട് തോന്നി. ഇമോഷൻസൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്തും എനിക്ക് ആ കഥാപാത്രം അല്ലെങ്കിൽ സിനിമയായിട്ടൊന്നും നമ്മളെ അടുപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു തോന്നലായിരുന്നു. ആക്ഷനും ഭയങ്കര രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഇടിക്കാൻ വരുന്ന ആളെ ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം അടുത്ത ആൾക്ക് പുള്ളി വെയിറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഞാനിവിടെ റെഡി ആയിട്ട് നിൽക്കുക, അവന്മാർ വരാത്തതുകൊണ്ടാണ് എന്ന് പരിഭവം പറയുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നെ ഇതിലെ പേരുകളൊക്കെ ഭയങ്കര രസമാണ്. ഗുണ്ടകൾക്ക് കൊടുത്ത പേരാണെങ്കിലും പിന്നെ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തിന് അമ്മായി കുട്ടൻ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പലതരം വെറൈറ്റി പേരുകൾ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. രക്തമൊക്കെ വാരി കോരി ഒഴിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഫീൽ കിട്ടുന്നില്ല. ഇപ്പം ഒരാൾ എൻ്റെ പ്രിയപ്പെട്ട ഒരാളെ കൊന്നിട്ടാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്, അപ്പം ഞാൻ അയാളെ തിരിച്ചു കൊല്ലുകയാണ്. ആ പ്രതികാരം അതിൻ്റെ ഒരു ഫീലൊക്കെ വേണമല്ലോ. അപ്പം മ്യൂസിക്കും അതുപോലെ എഡിറ്റ്സിൽ കുറേ കട്ട്സൊക്കെ വാരിയിട്ടിട്ട് അവർ ആ ഇമോഷൻ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ കഥാപാത്രത്തെ ക്യാരി ചെയ്യുന്ന ആളുടെ മുഖത്ത് ആ ഇമോഷൻസും എക്സ്പ്രഷൻസും ഒന്നും വരാത്തത് കൊണ്ടുള്ള ഒരു കഷ്ടപ്പാട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഗുണ്ടകളാണ് ഇതിൽ കോമഡി ആയിട്ടുള്ളത്. മാധവൻ്റെ നിപ്പ് കാണുമ്പോഴേ നമുക്ക് ഒറ്റവെട്ടിനെ കൊന്നിട്ട് തിരിച്ചു പോകാം എന്ന് പറയുന്ന പോലെ ഏതൊരു ഗുണ്ടയ്ക്കും കോൺഫിഡൻസ് തോന്നേണ്ടതാണ്. പക്ഷേ ഇവിടെ ഗുണ്ടകളൊക്കെ 2 പേര് 3 പേരൊക്കെ കത്തിയും വാളുമൊക്കെ ആയിട്ട് നിന്ന് ഓരോരുത്തർ പോയിട്ട് അങ്ങോട്ട് ചെന്ന് അടി വാങ്ങിക്കുക. വാള് വീശാനുള്ള ഗ്യാപ്പ് കിട്ടിയാലും പുള്ളി വീശട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെ അടിക്കാനും വെട്ടാനും കുത്താനും ഒന്നും അറിയാത്ത കുറേ ഗുണ്ടകളുള്ളൊരു സിനിമയാണ്. പോലീസുകാരുടെ കാര്യമാണ് അതിലും വലിയ കഷ്ടം. മാധവ് സുരേഷ് കാര്യമായിട്ട് ഇതിനകത്തൊന്നും ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. ആകെ ഒരേ കേസേ ഉള്ളൂ. പക്ഷേ പോലീസുകാർ, അതായത് മറ്റേ IG DIG ലെവലിലുള്ള ഉദ്യോഗസ്ഥർ വട്ടം കൂടി ഇരിക്കുകയാണ്. സർ, ഇവൻ്റെ പുറകെ പോകാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങളുടെ മറ്റേ സ്ക്വാഡിനെ വിടാൻ പറ്റില്ല, ഇവനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ആളാണ്, അതുകൊണ്ട് നമുക്ക് ഈ ഓപ്പറേഷൻ പറ്റില്ല സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വലിയ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പേടിച്ചിരിക്കുക. പക്ഷേ ഈ പുള്ളി മേജർ സിറ്റുവേഷൻസിലൊക്കെ ചുമ്മാ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരാളെ പേടിച്ചിട്ട് നിൽക്കുന്നു. പിന്നെ അതുവരെ തല്ലും പിടിയും ഒന്നും അറിയാതിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു വലിയ ഗുണ്ടാ സംഘത്തിനെ തന്നെ ആക്രമിച്ച് തീർക്കുക എന്ന് പറയുന്ന സിനിമാറ്റിക് പരിപാടികളുണ്ട്. അത് വിശ്വസിക്കാൻ നമ്മൾ എത്ര ട്രൈ ചെയ്ത് കഴിഞ്ഞാലും വിഷ്വലി ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറ്റൂല. പിന്നെ ഈ സിനിമയിൽ മാധവൻ്റെ കുറേ പഞ്ച് ഡയലോഗുകളൊക്കെ ഉണ്ട്. നീതിയും നിയമവും ഒക്കെ നടപ്പിലാക്കേണ്ടത് ദൈവമല്ലേ, അത് അദ്ദേഹം മറ്റൊരാളിലൂടെ നടപ്പിലാക്കുന്നു, അയാളെ പിടിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് പോലീസുകാരോട് പറയുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഡയലോഗൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് വെടികൊണ്ട് വീഴാൻ പോലും സ്ട്രഗിൾ ചെയ്യുന്ന മാധവ് സുരേഷിനെ കണ്ടപ്പോൾ ഇതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള അതേ അഭിപ്രായം തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ ഏത് ഫാമിലിയിൽ നിന്ന് വരുന്നു എന്നുള്ളത് കൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഇനിയും സിനിമകൾ കിട്ടും. ചിലപ്പോൾ വലിയ സംവിധായകർ നിങ്ങളെ വെച്ച് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരും. പറ്റുന്ന സമയങ്ങളിൽ ആക്ടിംഗ് വർക്ക്ഷോപ്പുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സിനിമ കാണാൻ തിയേറ്ററിൽ, അല്ലെങ്കിൽ നിങ്ങൾ കൂടി ഭാഗമായിട്ടുള്ള സിനിമകൾ കാണാൻ തിയേറ്ററിലേക്ക് വരുന്ന പ്രേക്ഷകർക്ക് നമ്മളോട് എന്തോ റെസ്പെക്റ്റ് അയാൾ കാണിക്കുന്നു എന്ന് പറയുന്ന ഒരു തോന്നലുണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് സീക്വൻസുകൾ സിനിമയിലുണ്ടായിരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു സിനിമ അത് ഏറ്റവും ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്നുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക. പിന്നെ
സിനിമ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ചിലപ്പോൾ സിനിമ നിങ്ങൾക്ക് ഇതിനേക്കാൾ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വരും. നമ്മുടെ പഴയ എന്ന് വെച്ചാൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള പൃഥ്വിരാജിൻ്റെ ഒരു തുടക്കകാലത്തെ കുറേ കൊട്ടേഷൻ പടങ്ങൾ, ജയറാമിൻ്റെ, ലാലേട്ടൻ്റെ, മമ്മൂക്കയുടെ ഒക്കെ കുറേ കൊട്ടേഷൻ പടങ്ങൾ ഇറങ്ങിയ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്തിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു കഥാസന്ദർഭമൊക്കെയാണ്. അത് കണ്ടിട്ടില്ലാത്ത ഇന്നത്തെ യുവജനതയ്ക്ക് ചിലപ്പോൾ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറാനുള്ളത് ഈ സിനിമയിലുണ്ടെന്ന് തോന്നിയേക്കാം. എന്തായാലും ഈ സിനിമ തിയേറ്റർ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകൾക്ക് അത് വലിയൊരു സഹായമായിരിക്കും.